മില്ലുടമകളുടെ സംഘടനാ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയിൽ എന്നെ കൂടാതെ ബഹുമാന്യരായ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദും ഓൺലൈനിൽ പങ്കെടുത്ത് ആണ് ചർച്ച നടന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ച് പ്രോസസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മില്ലുടമകളുമായി ഇത് മൂന്നാമത്തെ തവണത്തെ ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നൽകിയ ഉറപ്പുകളെ സംബന്ധിച്ച് അവരുടെ സംഘടനാ അംഗങ്ങളുമായി ഇന്ന് രാത്രി തന്നെ ഓൺലൈനിൽ യോഗം കൂടി അവരുമായി ആശയവിനിമയം നടത്തി മറുപടി അറിയിക്കാമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ നടന്ന ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായി മില്ലുടമകളിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ OTR ഔട്ട് ആൻഡ് റേഷ്യോയെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന നെല്ലിന്റെ 100 കിലോ നെല്ല് കൊടുത്താൽ 68 കിലോ അരിയായി തിരിച്ചു തരണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ വ്യവസ്ഥ നിലവിലുള്ളത്. എന്നാൽ കേരളത്തിലെ പ്രത്യേക ചില സാഹചര്യങ്ങൾ പരിഗണിച്ച് നെല്ലിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പല ജില്ലകളിലും വ്യത്യസ്തമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന നാളിൽ 64% ഔട്ട് ആൻഡ് റേഷ്യോ നിശ്ചയിക്കുകയുണ്ടായി. അങ്ങനെ ഔട്ട് ആൻഡ് റേഷ്യോ 64% നിശ്ചയിച്ചത് പ്രകാരം 3 വർഷക്കാലം 64-യും 68-ഉം തമ്മിലുള്ള ഗ്യാപ്പ് വരുന്ന തുക സപ്ലൈകോ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് മില്ലുടമകളിൽ ഒരാൾ ഇത് സംബന്ധിച്ചുള്ള കേസിന് ഹൈക്കോടതിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള പരാതിയിന്മേലാണ് കോടതി പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 68 ആയി പുനഃസ്ഥാപിക്കാനുള്ള നിലപാട് അറിയിച്ചത്. അതിനുശേഷം 2022-23 ആ സംഭരണ വർഷം സംഭരിച്ച് തുടങ്ങിയതിനു ശേഷമാണ് കോടതി വിധി വന്നത്. എഗ്രിമെന്റ് അനുസരിച്ച് 64 എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് ആ വർഷത്തെ പ്രോസസ്സിംഗ് ചാർജ് ഔട്ട് ആൻഡ് റേഷ്യോയിൽ 64 നിലനിർത്തുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത ഏകദേശം 63 കോടിയോളം രൂപ ഗവൺമെന്റിന് അധിക ബാധ്യത വരും. ആ ബാധ്യതയെ സംബന്ധിച്ച് ആവശ്യമായ പരിഹാരമുണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയുണ്ടായി. അതിന്റെ തുക എത്രയെന്നും 63 കോടിയോളം രൂപ വരുമെങ്കിലും അത് എത്ര ആണെന്ന് ക്യാബിനറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്താൽ മാത്രമേ തുക നമുക്ക്, എന്നാൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് ഞാനിന്ന് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം, പ്രോസസ്സിംഗ് ചാർജ് ക്വിന്റലിന് 20 രൂപയാണ്. അത് കാലാനുസൃതമായി കഴിഞ്ഞ 10 വർഷമായി വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ അതിനൊരു വർധനവ് നടപ്പാക്കാം എന്നുള്ള കാര്യം ഉറപ്പ് കൊടുത്തു. വർധനവ് എത്ര രൂപയുടെ വർധനവ്, 20 രൂപയിൽ നിന്ന് എത്ര രൂപയിലേക്കുള്ള വർധനവ് നമുക്ക് ക്യാബിനറ്റിന്റെ കൂടെ പരിഗണനയിലൂടെ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ GST ഉദ്യോഗസ്ഥർ അതിന്റെ പ്രോസസ്സിംഗ് ചാർജിൽ ഉൾപ്പെടെ GST ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് അവരുന്നയിച്ച, അതുമായി ബന്ധപ്പെട്ട് 10ഓളം മില്ലുകൾക്ക് അതിന്റെ നടപടിയുടെ ഭാഗമായിട്ടുള്ള റിക്കവറി നടപടികളടക്കമുള്ള നടപടിയിലേക്ക് പോയ ഒരു സാഹചര്യം അവർ ഉന്നയിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നടപ്പാക്കിയിട്ടില്ല അത്തരം വിഷയം. എന്നാൽ പാലക്കാടുണ്ടായ പ്രത്യേക വിഷയം GST ആയതുകൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല. അതിനെ സംബന്ധിച്ചുള്ള ഫയല് പ്രോസസ് ചെയ്ത് മില്ലുകാർക്ക് കേരളമൊട്ടാകെ നടപ്പാക്കാത്തൊരു വിഷയം അവിടെ മാത്രം നടപ്പാക്കി പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ധനമന്ത്രി നൽകുകയും ചെയ്തു. ഈ 3 വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേരും ഗവൺമെന്റ് നിലപാട് ഒരേപോലെ തന്നെ അവരെ അറിയിച്ചു. അതനുസരിച്ച് അവർ ആ വിഷയങ്ങളിലുള്ള നിലവിലുള്ള നിലപാട് പുനഃപരിശോധിക്കാൻ ആലോചന നടത്തി അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് മില്ലുകളുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് അതൊക്കെ ഒറ്റപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും നൽകുകയുണ്ടായി.
അത് നമുക്ക് കഴിയില്ലല്ലോ, കോടതിയുടെ ഉത്തരവല്ലേ. അത് കോമ്പൻസേറ്റ് അതിൻ്റെ ഒരു പ്രയാസം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പ്രോസസ്സിംഗ് ചാർജിൽ ഒരു വർധനവ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ അത് പരിശോധിക്കാൻ പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാൻ തയ്യാറാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗം പറയാനുള്ള കാരണമെന്താ? നെല്ല് കൊയ്ത് റോഡിലേക്ക് വരുമ്പോൾ മഴക്കാലവും കൂടെ ആയതുകൊണ്ട് അത് കൃഷിക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസം, ദുരിതം അനുഭവിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ അവരോട് ശ്രദ്ധയപ്പെടുത്തി. ഒരു ഭാഗത്ത് ഈ ചർച്ച നടക്കുമ്പോൾ കൊയ്ത നെല്ല്, ഞാൻ ഇന്നലെ പാലക്കാട്ടായിരുന്നു, കൊയ്ത നെല്ലിൽ ഒരു 35-40% നെല്ല് കൊയ്ത്ത് കഴിഞ്ഞു പാടങ്ങൾ. ആ കൊയ്ത്തിൽ ഒരു 10-25% നെല്ല് ഇവരുടെ തന്നെ സുഹൃത്തുക്കളായ മില്ലുകാർ ഈ സൗകര്യം നോക്കി കൃഷിക്കാരിൽ നിന്ന് വില കുറച്ച് സംഭരിക്കുകയാണ്. അത് ശരിയായ നിലപാടല്ല. അത് അത്തരം മില്ലുകാരോട് സംഘടനയുടെ നേതൃത്വം എന്ന നിലയ്ക്ക് അവരോട് സംസാരിക്കണം. ആ ശരിയായ നിലപാടല്ല. കർഷകനെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന അവസരമാക്കി ഇത് ഉപയോഗിക്കാതെ മാന്യമായി നിങ്ങൾ സഹകരിക്കുന്ന നിലപാട് പൊതുവിൽ സ്വീകരിക്കണമെന്നത് അവരോട് അഭ്യർത്ഥിക്കുക. കോടതിയിലെ വിഷയം പോയതുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അല്ല, അത് നമുക്ക് അങ്ങനെ അത് പല പല ഗവൺമെന്റിന്റെ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷൻസ് 68 ആയി പുനഃസ്ഥാപിക്കണം, 70 വരെ കിട്ടുന്ന കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വിവാദ വിഷയത്തിലേക്ക് ഗവൺമെന്റ് പോയി തലവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മില്ലുകാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ, ചർച്ചയിലൂടെ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ മനസ്സാരോടൊപ്പമാണ്? കർഷകരോടൊപ്പമാണ്. കർഷകർക്ക് ദുരിതവും പ്രയാസവും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം പല സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മില്ലുടമകൾ സഹകരിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ട മില്ലുടമകളാണ്. അത് ചെയ്ത ശേഷം എന്തെങ്കിലും ഇന്ന സമയത്തൊന്നും തീരുമാനം അറിയിക്കാനെല്ലാം പറഞ്ഞു. നമുക്ക് ഇന്ന് വൈകുന്നേരം രാത്രി അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി കൂടിയിട്ട് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ അറിയിക്കുന്ന അനുസരിച്ച് അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാനൊരു മില്ലുടമകളെ പ്രകോപനമുണ്ടാക്കി ശത്രുപക്ഷത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. മില്ലുടമകളുടെ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ പരിഹരിച്ചെടുക്കുക. അതാണല്ലോ ഈ നിർദ്ദേശം, ഇതുവരെ ഇല്ലാത്ത പുതിയ നിർദ്ദേശം. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പങ്കെടുത്ത് അവരെ അറിയിക്കാവുന്ന നിലപാട് സ്വീകരിച്ചത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരിതിൽ നിന്ന് പിന്മാറി അവരുടെ സഹപ്രവർത്തകരെ, മില്ലുടമകളെ സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ചർച്ചയിൽ പങ്കെടുത്തവർ അനുഭാവപൂർവമായ ഒരു സമീപനമാണ്. അല്ല, അതാ അവരങ്ങനെ പറഞ്ഞത്. അവർ തള്ളിക്കളഞ്ഞ് എണീറ്റ് പോയില്ലല്ലോ. അവർ പറഞ്ഞത് അവരുടെ സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയിട്ട് വിവരം അറിയിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ അവരോട് ചോദിക്കും.